الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വ ബോധത്തോടു കൂടി ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുറകിലിരിക്കുന്ന ആ കുട്ടികളൊക്കെ പരമാവധി ഒരു സഫായിട്ട് മുന്നോട്ടിരിക്കുക. മുമ്പിലേക്ക് നമ്മൾ വെക്കേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഇസ്ലാമിനെ കുറിച്ചും അതിൻ്റെ മര്യാദകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും പാഠങ്ങൾ പഠിക്കാനും പരിശീലിക്കാനുമൊക്കെയാണ് ഈ ഒഴിവ് കാലം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസമില്ലാത്ത ആളുകളൊക്കെ, ആരോഗ്യസ്ഥിതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ മുന്നിലേക്ക് സഫായിട്ട് അണിയായിട്ടിരിക്കുക. മാലാഖമാരുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. നമ്മളിവിടേക്ക് എത്തുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മലക്കുകൾ ഇവിടെ സന്നിഹിതരാവുകയും ഓരോ കവാടത്തിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യും. ആ കവാടങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്ന ആളുകളെ അവർ രേഖപ്പെടുത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇമാം മിമ്പറിലേക്ക് കയറുന്നതുവരെ അവരുടെ ഏടുകളിൽ അവിടെ വന്നിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള രേഖകൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നാം സലാം പറയുമ്പോഴും അതിന് മറ്റുള്ള ആളുകൾ മടക്കുന്ന സമയത്ത് ആ സലാമിൻ്റെ മടക്കലിലും അവർ പങ്കാളികളാകുന്നുണ്ട്. ആ നിലക്കൊക്കെ ഏറ്റവും പരിശുദ്ധമായ പരിപാവനമായ ഒരു സമയത്തും സ്ഥലത്തും സന്ദർഭത്തിലുമൊക്കെയാണ് ജുമഅയുടെ സദസ്സിൽ നാം ഉള്ളത് എന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഒരു സമ്മർ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
സാധാരണയായി 4 കാലങ്ങളെക്കുറിച്ചാണ് പറയാറുള്ളത്: വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം എന്നൊക്കെ. എന്നാൽ നമ്മളൊക്കെ 2 കാലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത്. അത് മഴക്കാലവും വേനൽക്കാലവുമാണ്. നമ്മുടെ കേരളം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നു തന്നെ 12 സംസ്ഥാനങ്ങളിൽ യെല്ലോ അലർട്ടാണ്. അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ പതിച്ചാലുണ്ടാകുന്ന ദോഷങ്ങൾ സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകന്മാരൊക്കെ നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. ശരീരത്തിൽ ജലാംശം കുറഞ്ഞാലുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ നാം മീഡിയകളിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലുമെല്ലാം നാം കാണുന്നുണ്ട്. നമ്മുടെ ഈ പ്രകൃതിയിലെ ജലസംഭരണികളായ പുഴകളും കുളങ്ങളും കിണറുകളും മറ്റു ജലാശയങ്ങളുമെല്ലാം വറ്റി വരണ്ടു കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായി മാറുന്ന അവസ്ഥയാണ്. നമുക്ക് മനസ്സിലാക്കിയതുപോലെ ഇനിയൊരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരിക്കും എന്നാണ് ഗവേഷകന്മാരായ ആളുകൾ പറയുന്നത്. നെക്സ്റ്റ് വേൾഡ് വാർ ഫോർ വാട്ടർ. ഇനിയും ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മുല്ലപ്പെരിയാറിലെ വെള്ളത്തിന് വേണ്ടി കേരളവും തമിഴ്നാടുമെല്ലാം സുപ്രീം കോടതി വരെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഈ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നാം പൂർണ്ണമായി മനസ്സിലാക്കുക. കാഴ്ചശക്തി ഇല്ലാതെയാകുമ്പോഴാണ് കാഴ്ചയുടെ വില എന്തായിരുന്നു എന്നറിയുന്നത്. കേൾവി ശക്തി ഇല്ലാതെയാകുമ്പോഴാണ് അതിൻ്റെ വില എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. തൻ്റെ കൗമാരത്തിൻ്റെയും യുവത്വത്തിൻ്റെയും ഒക്കെ സമയത്ത് കാലും കയ്യുമൊക്കെ എങ്ങോട്ടും വളക്കാനും തിരിക്കാനും ഒക്കെ കഴിയുന്ന അവസ്ഥ മാറി പ്രായാധിക്യത്തിലേക്ക് മാറി റുക്കൂഴിലേക്കും സുജൂദിലേക്കും ഒന്നും പോകാൻ കഴിയാതിരിക്കുമ്പോഴാണ് മുമ്പ് എൻ്റെ കാലിൻ്റെ ശക്തിയും കാഴ്ചയുടെ കൂർമ്മതയും അതുപോലെ നമ്മുടെ അവയവങ്ങളുടെ ശക്തിയുമെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ നമുക്ക് വെള്ളത്തെക്കുറിച്ച്, ഈ വേനലിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സൂറത്തു മുൽക്കിലെ 30-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ അറഅയ്തും മിൻ അസ്ബഅ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തെ അങ്ങ് വറ്റിയതാക്കി തീർക്കുകയായിരുന്നുവെങ്കിൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഏറ്റവും നല്ല ഉറവ് ജലം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാരാണ്? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനോടാണ്. നമ്മൾ കുടിക്കുന്ന ഉപയോഗിക്കുന്ന വെള്ളം ഇല്ലാതെയാവുകയാണ് എങ്കിൽ എവിടെ നിന്നാണ് നമുക്കത് ലഭിക്കുക? സർക്കാരുകൾ അത് അവരുടെ പണം ചെലവഴിച്ചുകൊണ്ട് ഉള്ള ജലസംഭരണികളിൽ നിന്ന് ഒരു പക്ഷേ കഴിയുന്ന വിധത്തിൽ വിതരണം ചെയ്തു എന്ന് വന്നേക്കാം. അതും ഇല്ലാതെയായി തീർന്നാൽ പിന്നെ എവിടെ നിന്നാണ് കിട്ടുക എന്ന് നമുക്കറിയാം. ഒരേ ഒരു ഉത്തരം മാത്രമേയുള്ളൂ. സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല കനിഞ്ഞാലല്ലാതെ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുകയില്ല, വെള്ളം നമുക്ക് ലഭിക്കുകയില്ല. നമുക്ക് വേണമെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. മാർച്ച് 22 എന്നൊരു ദിവസം നമുക്ക് അതിൻ്റെ ബോധവൽക്കരണത്തെക്കുറിച്ച് പറയുന്ന വേൾഡ് വാട്ടർ ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. വെള്ളം വളരെ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ ബോധവൽക്കരിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നാം ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം, ജലം അമൂല്യമാണ്, അതുപോലെ ജീവാമൃതമാണ്, ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്.
എന്നതൊക്കെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇത് നിവർത്തിച്ചു തരുന്നത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, അവലം യറല്ലദീന കഫറൂ അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫവതഖനാഹുമാ. ഈ ഭൂമിയും ആകാശവുമെല്ലാം അത് ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വേർപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു പറയുന്നു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. ഇവിടെ ജീവവസ്തുക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ജലത്തിൽ നിന്ന്, ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവൻ സൃഷ്ടിച്ചുണ്ടാക്കി. അഫലാ യുഅ്മിനൂൻ. എന്നിട്ടും ഇതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങൾ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്നില്ലയോ? അതുപോലെ ഖുർആനിന്റെ മറ്റൊരു കാര്യം പറയുന്നത്, വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് വെള്ളം അവൻ ഇറക്കി. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. എന്നിട്ട് നിർജീവമായി കിടക്കുന്ന ഭൂമിയെ അവൻ ജീവസുറ്റതാക്കി. ഉണങ്ങി വരണ്ട് വിള്ളൽ വീണ് നിൽക്കുന്ന ഭൂമിയെ ആ മഴ വർഷിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ചെടികളും വൃക്ഷലതാദികളും പച്ചപ്പുകളുമെല്ലാം ഉണ്ടാകുന്ന രൂപത്തിൽ അവൻ അതിനെ ജീവസുറ്റതാക്കി തീർക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കാണാനും അറിയാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ലയോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. സ്വർഗത്തിന്റെ ശീതള ചായയെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നത് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ആ സ്വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന്റെ താഴ്ഭാഗത്തിലൂടെ കളകളാരവം മുഴക്കിക്കൊണ്ട് നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ നമ്മുടെ ചിന്തയെ തട്ടിയുണർത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നു, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? വാരി വലിച്ച് കഴിക്കുന്നതിന് മുമ്പേ താൻ കഴിക്കുന്ന ആ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? എങ്ങനെയാണ് അത് നിങ്ങളുടെ കൈകളിലെത്തിയത്? എത്രയെത്ര ആളുകളുടെ കൈകളിലൂടെയാണ് എത്തിയിട്ടുള്ളത്? അതിനു മുമ്പ് എവിടെ നിന്നാണ് അത് വളർന്നു വന്നിട്ടുള്ളത്, അത് കിളിർത്തു വന്നിട്ടുള്ളത്, അത് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്തിട്ടുള്ളത്? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു പറയുകയാണ്, അന്നാ സബബ്നൽ മാഅ സബ്ബ. നാം ആകാശത്ത് നിന്ന് ഒരു ചൊരിക്കൽ ചൊരിഞ്ഞു, അഥവാ മഴ വർഷിച്ചു. ആ മഴ വർഷിക്കുന്നതിലൂടെ സുമ്മ ശഖഖ്നൽ അർള ശഖ. പിന്നെ ഭൂമിയെ നാം പിളർത്തി. ആ പിളർത്തിയതിൽ നിന്ന് ഫഅംബത്നാ ഫീഹാ ഹബ്ബ വഇനബൻ വഖൽബ. അതിൽ നിന്ന് ധാന്യങ്ങളെ നാം മുളപ്പിച്ചു. അതുപോലെ തന്നെ മുന്തിരിയും പച്ചക്കറികളും നാം ഉണ്ടാക്കി. വസൈതൂനം വനഖ്ല. ഒലീവും ഈത്തപ്പനയും ഉണ്ടാക്കി. വഹദായിക ഗുൽബ. ഇടതൂർന്ന തോട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കി. വഫാകിഹതൻ വഅബ്ബ. മേച്ചിൽ പുറങ്ങളും അതുപോലെ പഴവർഗ്ഗങ്ങളും നാം ഉണ്ടാക്കി. എന്തിന്? മതാഅൻ ലക്കും വലിഅൻആമിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ മൃഗങ്ങൾക്കും ഭക്ഷിക്കുവാൻ വേണ്ടി. ഭക്ഷണം കഴിക്കുമ്പോൾ നാം ഇതൊക്കെ എവിടെ നിന്നാണ് ഇത് ലഭിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹത്തിൽ നിന്നാണ് എനിക്ക് ഈ ഭക്ഷണം കഴിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ വെള്ളത്തെക്കുറിച്ച് 63 ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. വെള്ളം, അതിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം, ഇതെല്ലാം തന്നെ 63 ആയത്തുകളിലായി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം എന്ന് പറയുന്നത് ഒരു കോമൺ പ്രോപ്പർട്ടി ആയിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. നമ്മുടെ കിണറാണ്, നമ്മുടെ പൈപ്പാണ്, നമ്മുടെ കുഴൽ കിണറാണ്, എല്ലാമാണെങ്കിലും വെള്ളം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, കോമൺ പ്രോപ്പർട്ടിയാണ്. അവനവന്റെ ആവശ്യത്തിനേ ഉള്ളൂ എങ്കിൽ പോലും
അതിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ അതിൽ പങ്കാളികളാക്കണം. ഇനി അവനവന്റെ ആവശ്യം കഴിഞ്ഞുള്ള വെള്ളം വിൽക്കാൻ പാടില്ല. അത് നമുക്ക് കാശുണ്ടാക്കാനുള്ള ഒരു വകുപ്പല്ല. 3 കാര്യങ്ങളെക്കുറിച്ച് ആ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. വെള്ളത്തെ കുറിച്ചും മേച്ചിൽ സ്ഥലത്തെ സംബന്ധിച്ചും തീയെക്കുറിച്ചും അതെല്ലാം തന്നെ പൊതുവായ കാര്യങ്ങളായിട്ടാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരുടെ അടുക്കൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു പൊതുവായ കാര്യമായിട്ടാണ് കാണേണ്ടത് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകന്റെ ഒരു തിരുവചനത്തിൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇ ഫളിൽ മാ, മിച്ചമുള്ള വെള്ളം വിൽക്കുന്നതിനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നാം പഠിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് ലോകത്ത് കണക്കുകൾ പ്രകാരം 2 ബില്യൺ ആളുകൾ, 200 കോടിയിലധികം ആളുകൾ ലോകത്ത് വെള്ളം കിട്ടാതെ വിഷമിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഒരുപക്ഷെ ഈ ഭാഗങ്ങളിലൊക്കെ സമതല പ്രദേശങ്ങളും കടലിനോടടുത്ത പ്രദേശങ്ങളും ആകയാൽ വെള്ളത്തിന് വല്ലാതെ വിഷമം അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുകയില്ല. എന്നാൽ ഈ ലോകത്തുടനീളം 200 കോടിയോളം ആളുകൾ വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം വിലക്ക് വാങ്ങുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. വെള്ളം വിലക്ക് വാങ്ങുന്ന വാട്ടർ ബോട്ടിലുകൾ, യാത്രയിലും മറ്റും നമ്മൾ വാട്ടർ ബോട്ടിലുകൾ വാങ്ങുകയാണ്. ഒരു വാട്ടർ ബോട്ടിലിന് വില 20 രൂപയാണ്. നാം ആലോചിക്കണം, ഈ സമയത്ത് വെള്ളത്തിന്റെ കുറവ് അനുഭവപ്പെടുന്ന, വെള്ളം എത്രമാത്രം അനുഗ്രഹമാണെന്ന് ആലോചിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആലോചിക്കണം, ഇതെങ്ങാനും വിലക്ക് വാങ്ങുന്ന ഒരു അവസ്ഥ ആയിരുന്നുവെങ്കിൽ നാം വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പല വ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ മത്സ്യം, മാംസം എന്നിവയൊക്കെ ദൈനംദിനം നമ്മൾ വാങ്ങുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള വെള്ളം നാം വില കൊടുത്തായിരുന്നു വാങ്ങുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നാം ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. 20 രൂപയാണ് ഒരു ലിറ്ററിന്റെ ബോട്ടിലിൽ നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ചുരുങ്ങിയത് ഒരു വീട്ടിൽ 1000 ലിറ്ററിന്റെ ഒരു ടാങ്ക് ഉണ്ടാവുമല്ലോ. ഏറ്റവും ചുരുങ്ങിയത് അതൊരു വട്ടം അല്ലെങ്കിലും ഒരു വട്ടം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വെക്കുക, ഒന്നും മതിയാവില്ല. ചിലപ്പോൾ 2, 3 ഒക്കെ വാങ്ങേണ്ടി വരും 1000 ലിറ്ററിന്റെ. അപ്പൊ 1000 ലിറ്ററിന്റെ ഒരു ടാങ്ക് നാം ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ ഒരു ദിവസത്തേക്ക് 20,000 രൂപയാവുകയാണ്. 20,000 രൂപ നാം ഒരു ദിവസത്തേക്ക് വെള്ളത്തിന് വില കൊടുത്ത് വാങ്ങുകയാണ് എങ്കിൽ, ഒരു മാസത്തേക്കാണ് എങ്കിൽ അത് കണക്ക് കൂട്ടിയാൽ 6 ലക്ഷം രൂപയാവുകയാണ്. 6 ലക്ഷം. ഒരു ദിവസം നമ്മൾ 1000 ലിറ്ററിന്റെ ഒരു ടാങ്ക് വെള്ളമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ലിറ്റർ ടാങ്ക് ഒരു മാസം കഴിയുന്ന സമയത്ത് 6 ലക്ഷം രൂപ വില കൊടുത്താൽ കിട്ടുന്ന അത്രയും ഭീമമായ സംഖ്യ ആർക്കാണ് ഇത് കഴിയുക? ഒരു വലിയ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നാൽ പോലും ഈ രൂപത്തിൽ വിലക്ക് വാങ്ങാൻ സാധിക്കുകയില്ല. അപ്പോഴല്ലേ നാം കുടിക്കുന്ന, നാം കുളിക്കുന്ന, നാം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശത്താണല്ലോ മക്ക രാജ്യം, അതുപോലെ മദീന എന്നൊക്കെ പറയുന്നത്. ഒരു മുദ്ദ് വെള്ളം കൊണ്ട് പ്രവാചകൻ ഒളുവെടുത്തിരുന്നു, ഒരു സ്വാഴ് വെള്ളം കൊണ്ട് പ്രവാചകൻ കുളിച്ചിരുന്നു. അഥവാ അങ്ങനെയൊക്കെ മിതമായി ഉപയോഗിക്കേണ്ട രൂപത്തിൽ പ്രവാചകൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോ അതിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിലായിരുന്നു അവർ പെരുമാറിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ ഇറക്കിയിട്ടുള്ളത്? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നമ്മളാണോ ഇറക്കിയത്? മേഘങ്ങൾ നമുക്കറിയാം, കുട്ടികൾക്കറിയാം എങ്ങനെയാണ് മഴ വർഷിക്കുന്നത് എന്ന്. വെള്ളം നീരാവിയായി മേൽപോട്ടൊഴുകി മേഘങ്ങളായി മാറി, അതിലെ കരിമേഘങ്ങളായി മാറി, അത് കാറ്റിലൂടെ സഞ്ചരിച്ച് ആ രൂപത്തിലുള്ള അതിന്റെ പ്രവർത്തനത്തിന്റെ രീതികൾ, അങ്ങനെ മഴയായി ഭൂമിയിലേക്ക് വർഷിക്കുന്ന ആ അവസ്ഥ, അങ്ങനെയുണ്ടാകുന്ന ആ മഴ വർഷിക്കാൻ ഭൂമിയിലുള്ള ഇന്നത്തെ 800 കോടിയിലധികം മനുഷ്യർ ഒന്നായി ഐക്യത്തോടുകൂടി അവർ ശ്രമിച്ചാൽ കഴിയുമോ? ഇല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ മാത്രമേ ഭൂമിയിലേക്ക് മഴ വർഷിക്കുകയുള്ളൂ.
ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു, കലർപ്പുള്ളതാക്കി മാറ്റുമായിരുന്നു. എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദിയുള്ളവരാവാത്തത്? ഖുർആനിന്റെ ചോദ്യമാണ്. നിങ്ങൾ കുടിക്കുന്ന ഒരു വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ പടച്ചവനോട് നന്ദിയുള്ളവരാകും, അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാകും, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ മുഴുവനും പാലിക്കുന്നവരാകും. ഈ ഒരു വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചാൽ പോലും അതുണ്ടാകും. എന്നിട്ടും അല്ലാഹ് ചോദിക്കുന്നു ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി കാണിക്കാതെ ജീവിക്കുന്നു? അപ്പോ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ വെള്ളം, മഴ എന്നൊക്കെ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം 40-ലധികം നദികളും 900-ലധികം കൈവഴികളുമുള്ള ഒരു നാടാണ്. അള്ളാഹു അനുഗ്രഹിച്ചരുളിയ ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. 40-ലധികം നദികൾ ഇവിടെയുണ്ട്, 900-ലധികം അതിന്റെ കൈവഴികൾ ഇവിടെയുണ്ട്. എണ്ണിയാലൊടുങ്ങാത്തത്ര കുളങ്ങളും തോടുകളും ജലാശയങ്ങളും തടാകങ്ങളും എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ എന്നിട്ടും എന്തേ നമുക്ക് വെള്ളം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും കിട്ടാക്കനിയാകുന്നു? പല ആളുകൾക്കും അത് ലഭിക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു അവസ്ഥയുണ്ടായിത്തീരുന്നു. അതുമല്ലെങ്കിൽ മറ്റൊരു വശം ജലമുള്ള സ്ഥലങ്ങൾ തന്നെയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായിത്തീരുന്നു. ഇവിടെ നമുക്ക് ചുറ്റളവിൽ തളി ക്ഷേത്രത്തിന്റെ അവിടുത്തെ ഒരു വലിയ ഒരു കുളമുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. കൂടുതലായിട്ട് ആളുകൾ അത് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതായി കാണുന്നില്ല. കുറ്റിച്ചിറ വലിയൊരു കുളമുണ്ട്, ആ കുളവും ഈ പറഞ്ഞ രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല. കാരണം അതിലൊക്കെ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. ഏറെക്കുറെ ശുദ്ധിയാണെങ്കിലും അധികവും മാലിന്യം നിറഞ്ഞ്, സാധാരണ ഒരു കുളവും വെള്ളവും ഒക്കെ പണ്ട് കാലത്ത് എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്നത് ആ രൂപത്തിൽ ഉപയോഗിക്കാൻ ഇത്ര വലിയ ജലാശയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും കഴിയുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ കാരണം ആരാണ്? അള്ളാഹു നൽകിയ ഈ വലിയ അനുഗ്രഹം ഇവിടെ ഉണ്ടായിട്ട് ആ അനുഗ്രഹം ഉപയോഗപ്രദമാകുന്ന രൂപത്തിൽ അതിനെ വിനിയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഖുർആൻ തന്നെ പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കടലിലും കരയിലുമെല്ലാം തന്നെ ഫസാദുകൾ ഉണ്ടായിത്തീരുന്നത്, കുഴപ്പങ്ങളും നാശങ്ങളും ഉണ്ടായിത്തീരുന്നത്. ശരിയല്ലേ ആ പറഞ്ഞത്? നമുക്ക് ഒരു മുസ്ലിം കച്ചവടക്കാരനായിരുന്നാലും, ഒരു മുസ്ലിം കോഴി വിൽപ്പനക്കാരനായിരുന്നാലും, അതുപോലെ ഒരു മുസ്ലിമായ മറ്റേത് കച്ചവടക്കാരനായിരുന്നാലും ഓടയിലേക്ക്, കായലിലേക്ക്, കുളത്തിലേക്ക്, കടലിലേക്ക് പ്ലാസ്റ്റിക്കുകളും അതുപോലെ മാലിന്യങ്ങളും വലിച്ചെറിയാൻ വല്ല മടിയും നമുക്കുണ്ടാകാറുണ്ടോ? നമ്മുടെ മനസ്സിന് വല്ല കുത്തും നമുക്കുണ്ടാകാറുണ്ടോ? ഇസ്ലാമികമായി ഹറാമായ, നിഷിദ്ധമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതിനേക്കാൾ വലിയ ഒരു ദോഷം അവരോട് ചെയ്യാനില്ല, അത്രയും ക്രൂരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? ഖുർആൻ അതാണ് നമ്മോട് ചോദിക്കുന്നത്, ആ ചിന്ത നിങ്ങൾക്കുണ്ടാകണമെന്ന്. ഏറ്റവും വലിയ പ്രശ്നമായ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ അവിടെ ഫസാദ് ഉണ്ടാകുന്നുവെങ്കിൽ അവിടെയെല്ലാം തന്നെ ഉണ്ടായിത്തീരുന്നത് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് എന്ന ഗൗരവം ആലോചിക്കണം എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഈ സമയത്ത് വെള്ളം കുറവാണ്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. കുലു വശ്റബു വലാ തുസ്രിഫു, അതെല്ലാ മേഖലകളിലേക്കും ബാധകമാണ്. ഭക്ഷിക്കുക, കുടിക്കുക, നിങ്ങൾ അമിതമാക്കരുത് എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ജീവിത കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ ആവശ്യത്തിന് മാത്രം, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ആ രൂപത്തിൽ വെള്ളത്തെ ഉപയോഗിച്ചു. ഒരു മുദ്ദ് കൊണ്ട് പ്രവാചകൻ വുളു കൊടുത്തു. അതുപോലെ 4 മുദ്ദുകൾ കൂടുന്ന, 4 കോരലുകൾ കൂടുന്നതിനാണല്ലോ സ്വാഴ് എന്ന് പറയാറ്. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ സ്വാഴ് എന്ന് പറയാറുണ്ടല്ലോ. 4 മുദ്ദുകൾ കൂടുമ്പോൾ ഒരു സ്വാ ആവും. ആ സ്വാഴ് കൊണ്ട്, അത്രയും വെള്ളം കൊണ്ട് പ്രവാചകൻ കുളിച്ചു. അപ്പോ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും
ദൗർലഭ്യമാകുന്ന അവസരത്തിൽ ആ രൂപത്തിൽ അതുമായി പെരുമാറുകയും ചെയ്യണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ വെള്ളം ഒരിക്കലും മലിനമാക്കുവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുബാല ഫിൽ മാഇ റാകിദ്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ല, അതിനെ നിങ്ങൾ മലിനമാക്കാൻ പാടില്ല. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ആ വെള്ളം മലിനമായാൽ അത് ഒരുപാട് ആളുകൾക്ക് ദോഷകരമായി ഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ ആ വെള്ളത്തെ മലിനമാക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. മാത്രവുമല്ല, പ്രവാചകൻ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുകയാണ് എങ്കിൽ, ഇപ്പൊ ടാപ്പാണ് എങ്കിലും പ്രവാചകന്റെ കാലത്ത് പാത്രങ്ങളിലാണല്ലോ വെള്ളം വെക്കാറ്. അങ്ങനെ പാത്രങ്ങളിലാണ് വെള്ളം വെക്കുക എങ്കിൽ നിങ്ങളുടെ കൈ അതിലേക്ക് മുക്കിക്കൊണ്ട് നിങ്ങൾ വെള്ളമെടുക്കരുത്. കൈ മുക്കിക്കൊണ്ട് നിങ്ങൾ വെള്ളമെടുക്കരുത്. കാരണം എന്താ? നിങ്ങളുടെ കൈ രാത്രിയിൽ എവിടെയൊക്കെ സഞ്ചരിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല, അതിൽ മാലിന്യമുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പുറത്തേക്ക് അല്പം ഒഴിച്ച് കൈ വൃത്തിയാക്കിയതിന് ശേഷമേ നിങ്ങൾ ഒന്നുമെടുക്കാൻ, ഇനി അതിൽ കൈയിട്ടുകൊണ്ടാണ് ഒന്നുമെടുക്കുന്നത് എങ്കിലും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എങ്കിലും ആദ്യം കൈ ഒന്ന് വൃത്തിയാക്കണം. ആ വെള്ളം പോലും നിങ്ങൾ മലിനമാക്കരുത്. ഒരു പാത്രത്തിൽ എടുത്തു വെച്ച വെള്ളം പോലും നിങ്ങൾ മലിനമാക്കരുത്. അപ്പൊ കുളത്തിലും അതുപോലെ തന്നെ പുഴകളിലും കടലിലും അവിടെയൊക്കെ ഉണ്ടാകുന്ന വെള്ളം അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളത്, അത് മലിനമാക്കുകയാണെങ്കിൽ എത്രമാത്രം ഗൗരവമായിരിക്കും അതിന്റെ വിധി എന്നത് നാം ആലോചിക്കേണ്ടതാണ്. അതുപോലെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരിക്കലും ധൂർത്ത് പാടില്ല എന്നാണ് വെള്ളത്തിന്റെ വിഷയത്തിൽ. സഅദ് റളിയല്ലാഹു അൻഹു ഒരു പുഴയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഉളുവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞത്, എന്താ സഅദേ ഈ കാര്യത്തിൽ നീ ഇങ്ങനെ എന്താ ഇസ്റാഫ് കാണിക്കുന്നത്, ധൂർത്ത് കാണിക്കുന്നത്? അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, അല്ല പ്രവാചകരെ, ഈ ഒളുവെടുക്കുമ്പോ ഒന്ന് നന്നായി ഒളുവെടുത്ത് വെള്ളം കൂടുതൽ ഉപയോഗിച്ചു എന്ന് അതിലും ധൂർത്തുണ്ടോ എന്ന് പ്രവാചകനോട് തിരിച്ചു ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത്, നീ ഒരു ഒഴുകുന്ന പുഴയിൽ വെച്ചുകൊണ്ടാണ് ഒളുവെടുക്കുന്നത് എങ്കിൽ പോലും ആവശ്യമുള്ളത് മാത്രമേ നീ എടുക്കാൻ പാടുള്ളൂ. നിനക്ക് ഒളുവെടുക്കാൻ ആവശ്യമുള്ളത് മാത്രമേ പാടുള്ളൂ. അപ്പോൾ പോലും ഒരു ഇസ്റാഫ് പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോ നമ്മളൊക്കെ ഒളുവെടുക്കുമ്പോൾ പള്ളിയിലേക്കും അതുപോലെ ടാപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വന്ന് ഒളുവെടുക്കുന്ന സമയത്ത് ടാപ്പ് ഫുൾ വോയിസിൽ തുറന്നു വെച്ചുകൊണ്ട് ഒളുവെടുക്കുമ്പോ എത്ര വെള്ളമാണ് നഷ്ടപ്പെടാറുള്ളത്. അത് ഒന്നുകൂടി കുറച്ചു വെച്ചുകൊണ്ട് പാകമായ ആ രൂപത്തിൽ ഒളുവെടുക്കുക, ഇതൊരു സുന്നത്തായ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. വെള്ളം പാഴായി പോകാതിരിക്കാൻ അതിന്റെ ഉപയോഗത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച നിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. വീട്ടിലൊക്കെ നമ്മുടെ ബാത്റൂമുകളിലോ പുറത്തുള്ള ടാപ്പുകളിലോ നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ അതോടുകൂടി ഒരു ബക്കറ്റ് കൂടി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ചെടികൾ നനക്കാൻ ഉപയോഗിക്കാം, മറ്റ് സസ്യലതാദികൾക്ക് വേണ്ടി ഉപയോഗിക്കാം, മൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഒട്ടും പാഴാകാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ദുനിയാവിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മെപ്പോലെയുള്ള ജീവനുള്ള സകലമാന വസ്തുക്കൾക്കും ചെടികൾക്കും സസ്യലതാദികൾക്കും എല്ലാം അവകാശപ്പെട്ടതാണ് ഈ പറയുന്ന വിഭവങ്ങൾ. ആ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലെല്ലാം മുൻഭാഗത്തോ ഏതെങ്കിലും സൗകര്യപ്പെടുന്ന സ്ഥലത്തോ ഒരു ചെറിയ ഒരു പാത്രത്തിൽ കിളികളും അതുപോലെ കാക്കകളോ മറ്റു പക്ഷികളോ വെള്ളം കുടിക്കേണ്ട അത്തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഒരു പാത്രം ഞങ്ങൾ സൗകര്യപ്പെടുത്തിയാൽ പ്രവാചകൻ പറഞ്ഞ ഒരു സുന്നത്ത് കൂടി നടപ്പിലാക്കുകയും അതിന്റെ പേരിൽ നമുക്ക് ഒട്ടനവധി പ്രതിഫലം ലഭിക്കുകയും, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയത് കഥ പറയാനും സംഭവം വിവരിക്കാനും മാത്രമല്ല പ്രാവർത്തികമാക്കുവാനുള്ളതാണ് എന്ന് നമ്മുടെ ആ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ വേനലിന്റെ കാഠിന്യം അനുഭവപ്പെടുമ്പോ വെള്ളത്തിന്റെ ദൗർലഭ്യം എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് പ്രയാസകരമാണ് എന്ന് ആലോചിക്കുമ്പോ
നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്മയുള്ള സമൂഹത്തിന് അള്ളാഹു നൽകുന്ന ബർക്കത്താണ് വെള്ളം എന്ന് ഖുർആനിന്റെ ആയത്തിൽ അള്ളാഹു പറയുന്നു. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തിന്മ നിറഞ്ഞ സമൂഹത്തിന് ശിക്ഷയാണ് എന്നും പറയുന്നുണ്ട്. നന്മ നിറഞ്ഞ സമൂഹത്തിന് ബർക്കത്താണ് വെള്ളം ലഭിക്കുക എന്ന് പറയുന്നത്. തിന്മ നിറഞ്ഞ സമൂഹത്തിന് ശിക്ഷയുടെ സമാനമാണ് ഈ പറഞ്ഞ മഴയുടെ ലഭ്യത കുറയുക എന്നുള്ളത്, വേനൽ കഠിനമാവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബനു ഇസ്രായേലിനെ ശിക്ഷിച്ചതിനെ കുറിച്ച് പറയുന്നു. അതുപോലെ സബഅ ഗോത്രത്തെ അള്ളാഹു പിടിച്ചിട്ടുള്ളത് ജലലഭ്യത കുറച്ചുകൊണ്ടാണ് എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഒട്ടനവധി ആലോചനകൾക്ക് വിഷയീഭവിക്കുന്ന കാര്യമാണ്, സംഭവമാണ്. ഈ സന്ദർഭത്തിൽ ജലത്തെക്കുറിച്ചും വേനലിനെക്കുറിച്ചും വേനലിന്റെ കാഠിന്യത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുകയും ഖുർആനുമായി അതിനെ ഒരു തട്ടിച്ചു നോക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നുള്ള ഗുണപാഠം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിൽ ഇതുമായെല്ലാം ഇടപഴകുവാനും വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയ ബിൻ തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയിലെ ഒരു ദിവസമാണ്. ആ ദിവസത്തോളം പ്രാധാന്യമേറിയ മറ്റൊരു ദിവസവും നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പുലരുന്ന സമയത്തു തന്നെ അതിലേക്ക് എടുത്തു വെക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബൈക്ക് പള്ളിയിൽ വരുന്ന ആളുകൾക്കറിയാം, അന്ന് വെള്ളിയാഴ്ച അന്ന് സുബൈക്ക് ഓതുന്ന 2 സൂറത്തുകൾ ഇത് പ്രത്യേകമാണ്. അന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ആ വെള്ളിയാഴ്ചക്ക് എത്തിയിട്ടോ എന്ന് അള്ളാഹ് അറിയിക്കണത്. പ്രവാചകൻ പഠിപ്പിക്കുക, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ചില്ലറയല്ല. അത് നിങ്ങൾ ഒരു അവഗണനയോട് കൂടി കാണേണ്ട ഒരു കാര്യമല്ല. പണ്ട് കാലത്തുള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാം. കർഷകരായിട്ടുള്ള ആളുകൾ നേരത്തെ തന്നെ അന്ന് പണിക്ക് പോകാൻ കഴിയാത്ത ആള് പോവില്ല. ഒരു പക്ഷെ അന്ന് സോപ്പ് വാങ്ങാൻ കഴിയാത്ത കാലമാണ്. ചകിരി ചെറ്റി തേക്കുന്ന കാലമാണ്. തേച്ചുരച്ച് കഴുകി വളരെ നേരത്തെ പള്ളിയിൽ പോകുന്ന നമ്മുടെ പൂർവികന്മാരായ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വളർന്നു വരുന്ന തലമുറകൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോവുകയോ മറന്നു പോവുകയോ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അന്നുള്ള പ്രാർത്ഥനകളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെയും ആ പ്രാർത്ഥനയുടെയും ഇടയിൽ ഒരു മറയുമില്ല. നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ആ സമയം ഏതെന്ന് പ്രവാചകൻ കൃത്യമായി പറഞ്ഞിട്ടില്ല. പല സമയങ്ങളാണ് എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. അഥവാ ആ ദിവസത്തിൽ ഇമാം മിമ്പറിൽ കയറിയ സമയമാണ്, നമസ്കാരത്തിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയമാണ്, അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയമാണ്. ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ ദിവസങ്ങളിലൊക്കെ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം നിലനിൽക്കുന്നു എന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളിയാഴ്ച എൻ്റെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്ന വല്ല പോരായ്മകളും കഴിഞ്ഞ ആഴ്ചയില്ലെങ്കിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ തിരുത്താനും പൂർവാധികം ശക്തിയോടുകൂടി അടുത്ത ആഴ്ച വരെ എനിക്ക് ഇസ്ലാമിക ജീവിതം നയിക്കാനുമുള്ളതാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകണമെന്ന് ചുരുക്കമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ ദൃഷ്ടാന്തങ്ങളായി ഖുർആനിലൂടെയും പ്രപഞ്ചത്തിലൂടെയും അവൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ അടുത്തറിയുവാനും പഠിക്കുവാനും ആ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളുവാനും അതിലൂടെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുവാനും അവനോട് അടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ.
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബങ്ങളും വിശ്വാസിനികളും അവർക്കെല്ലാവർക്കും അല്ലാഹുവേ, അവർ ഒറ്റക്കാണ്, ബർസഹിയായ ജീവിതത്തിലാണ്, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാനസികമായി ഉള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം നീ ഞങ്ങൾക്ക് ദൂരീകരിച്ചു തരണമേ റഹ്മാനെ. പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബേ, നിന്റെ കൃപയാൽ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ, ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا